ദിവസങ്ങളിൽ നമ്മൾ ഓഗസ്റ്റ് ഫിനിഷ് ചെയ്യും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള അപ്കമിങ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്ലസ് ബാക്കിലോട്ട് ഒരു മാർച്ച്, ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്ത് എടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ പഠിക്കുന്നു. RRBക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കൂടുതലും നോൺ നേഴ്സിംഗ് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ ആദ്യമേ പറയുവാണ്, നോൺ നേഴ്സിംഗ് ആണ് RRBയുടെ തലവര മാറ്റുന്നത് കേട്ടോ. അതായത് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ നോൺ നേഴ്സിംഗ് പഠിച്ചേ പറ്റൂ, എങ്ങനെങ്കിലും ഒക്കെ പഠിക്കണം കേട്ടോ. അത്ര കട്ടയ്ക്കൊന്നും പഠിപ്പിക്കണം. ഞാൻ ഈ പഠിപ്പിക്കുന്ന ആ ഒരു ലെവലിൽ മാത്രം പഠിച്ചു പോയാൽ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നോൺ നേഴ്സിംഗ് പഠിക്കാൻ നമ്മൾ വെറുതെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് പോകേണ്ട RRBക്ക് കാര്യമില്ല. കാരണം 70:3 പ്ലസ് 1/3 നെഗറ്റീവും വരുന്ന എക്സാം ആണ് കേട്ടോ. 1/3 നെഗറ്റീവും 70+30 ക്വസ്റ്റ്യൻസും ആണ്. ഈ 70+ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന നേഴ്സിംഗ് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരുവിധമൊക്കെ പെരിഫറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നേഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതാണ് ഈ 3 പാർട്ട്. പക്ഷെ അവിടെ മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മാത്സ് ഒക്കെ 10-10 മേടിക്കണം, GK 10-10 GK കറണ്ട് അഫയേഴ്സ് 10-10 മേടിക്കണം. അതുപോലെ 10-10 കെമിസ്ട്രിയും സയൻസും കൂടെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. കാരണം നമുക്ക് ഓൾറെഡി സിലബസ് ഒക്കെ തന്നിട്ടുണ്ട് RRB. ആ സിലബസ് പ്രകാരം ഫോളോ ചെയ്തങ്ങ് പഠിച്ചാൽ മതി. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും പാടാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും നോട്ടിഫിക്കേഷൻ അത് സിലബസും ടോപ്പിക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതാണ് സ്റ്റേറ്റ്സ്, 28 സ്റ്റേറ്റ്സും അതിന്റെ സംസ്ഥാനങ്ങൾ കേട്ടോ. 2 സ്റ്റേറ്റ്സിന് സിംഗിൾ ക്യാപിറ്റൽ പങ്കിടുന്നത് റെയിൽവേയുടെ ക്വസ്റ്റ്യൻ ആണ്, ചണ്ഡീഗഡ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ അഗർത്തല, ത്രിപുര, മിസോറാം, അല്ലെ ആ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ഈസ്റ്റിൽ വരുന്ന നാഗാലാൻഡ്, മിസോറാം കേട്ടോ, സിക്കിം, അങ്ങനെയൊക്കെ പറഞ്ഞ് 7 സിസ്റ്റർ സ്റ്റേറ്റുകളുണ്ട് കേട്ടോ, ഈസ്റ്റേൺ ഇതില് കേട്ടോ. അപ്പൊ ഡാൻസ് ഫോം ഒക്കെ കൂടുതലും അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ ജിയോഗ്രാഫി ആണ്. ഇന്നലെ നമ്മൾ നോക്കിയതാണ് 28 സ്റ്റേറ്റ്. അതിൽ 2 സ്റ്റേറ്റ് ആണ് ഒരേ സംസ്ഥാനം എന്ത് ചെയ്യുന്നത്, 2 സ്റ്റേറ്റ്സ് ഒരേ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അതായത് ഹരിയാനയും പഞ്ചാബിന്റെയും ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ പറയുന്നു ചണ്ഡീഗഡ് കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ വായിച്ച് പഠിക്കുക. ഓക്കെ, സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ. അടുത്ത നമ്മൾ യൂണിയൻ ടെറിട്ടറിയിലോട്ട് വരുമ്പോൾ നമുക്ക് മൊത്തം ഉള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് 8 ആണ്. 28 സ്റ്റേറ്റ്സ് 8 കേട്ടോ. പക്ഷെ ചില ബുക്കുകളിലൊക്കെ 29 ഡൽഹിയെ സ്റ്റേറ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ട് 7 ടെറിട്ടറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഒഫീഷ്യൽ നോ യുവർ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റില് ഇപ്പോഴും എന്താണ് കിടക്കുന്നത്, 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറിയുമാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമാണ്. ഓർത്ത് വെച്ചോണം, ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി കേട്ടോ. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹി തന്നെ അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യം ഓർത്ത് വെച്ചോണം. പിന്നെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിന് 2 എന്തുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിന് ജമ്മു ഓൺ വിന്റർ സീസൺ ആൻഡ് ശ്രീനഗർ ഓൺ സമ്മർ സീസൺ. അല്ല, ശ്രീനഗർ എന്ന് പറയുന്നത് സമ്മറിന്റെ ശ്രീനഗർ ഈസിക്കൽ ടു സമ്മർ സീസൺ. ഓക്കെ, ഇപ്പൊ സമ്മറില് ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനഗറും, വിന്ററിൽ മഞ്ഞ് മൂടുന്ന സമയത്ത് ക്യാപിറ്റൽ ഈസ് ഏതാണ്, ജമ്മു കാശ്മീർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് പഠിച്ചതാണ്, നമ്മൾ ഇന്നലെ നോക്കിയതാണ് ഈ കേട്ടോ. ഇനി അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് വരാം. ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ 7 മലയാളത്തിൽ നമ്മൾ പഠിച്ചു വരണം കേട്ടോ. ഹിമാലയം, അതിന് താഴെയുള്ള താഴ്വാരങ്ങൾ പെൻസില, പ്ലേറ്റു, അതിനുശേഷം നദികൾ ഒഴുകുന്ന ഭാഗം ഇൻഡോ ഗാൻഗറ്റിക് പ്ലെയിൻ അല്ലെ, അതായത് ഇന്ദു നദി, ഗംഗാ നദികളൊക്കെ ഒഴുകി പോകുന്ന സ്ഥലങ്ങള്. പിന്നെ താർ മരുഭൂമി,
പിന്നെ കോസ്റ്റൽ ഏരിയാസ് അല്ലെ, അതായത് സമുദ്ര തീരപ്രദേശങ്ങൾ അല്ലെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തുടങ്ങി ഗുജറാത്ത് വരെയും കേരളത്തിൽ തുടങ്ങി അങ്ങ് വെസ്റ്റ് ബംഗാൾ വരെയും പോകുന്ന ഏതാണ് കോസ്റ്റൽ പ്ലെയിൻ, ഒരു ലാർജർ ഏരിയ വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഇതിന്റെ മധ്യത്തായിട്ട് സൗത്ത് ഇന്ത്യയില് സൗത്ത് ഈസ്റ്റ്, സോറി സൗത്ത് വെസ്റ്റിന് ആയിട്ട് കവർ ചെയ്ത് പോകുന്ന ഈസ്റ്റ് കോസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് പാർട്ട്, പിന്നെ എന്താണ് ദ്വീപുകൾ അല്ലെ, സീ ആൻഡ് ഐലൻഡ് ഓഫ് ദ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്സ് കേട്ടോ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ജിയോഗ്രാഫിക്കൽ, 7 ഏരിയാസ് ഓഫ് ഇന്ത്യ. അപ്പൊ അതിലേതെങ്കിലും ജിയോഗ്രാഫിക്കൽ ഏരിയ സെലക്ട് ചെയ്യാനൊക്കെ റെയിൽവേയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ വരുന്നത് അല്ല, ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയുടെ ഭാഗമാണ് കേട്ടോ. പെനിൻസുല അല്ലെ, മെജോറിറ്റി ഇന്ത്യൻ ഭൂപ്രദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് പരന്നു കിടക്കുകയാണ് അല്ല. അപ്പൊ ഇന്ത്യൻ പെനിൻസുല ഈ സെപ്പറേറ്റഡ് ബൈ മെയിൻ ലാൻഡ് ഓഫ് ഏഷ്യ ബൈ ഹിമാലയ, ഹിമാലയത്തിന് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഏഷ്യയുടെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. സൗത്ത് ഈസ്റ്റ് അല്ലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട അല്ലെ. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഈസ് എന്താണ് ബേ ഓഫ് ബംഗാൾ അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് സൗത്ത് വെസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ഒക്കെ വരുന്ന ഭാഗം അല്ല, ബോംബെ ഗുജറാത്ത് ഒക്കെ വരുന്ന അവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ അറേബ്യൻ സീ അല്ല. ഇനി നേരെ ട്രയാങ്കിൾ പോലെ കന്യാകുമാരിയിൽ വന്ന് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. അപ്പം ഇത് മൂന്നും കൂടെ സംഗമിക്കുന്ന പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയാണ്. അതും പരീക്ഷ ക്വസ്റ്റ്യൻ ആണ്. ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഓഫ് ബേ ഓഫ് ബംഗാൾ ചോദിച്ചിട്ടുണ്ട്, അറേബ്യൻ സീ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ചോദിച്ചിട്ടുണ്ട്, കന്യാകുമാരി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ രാവിലെ മോർണിംഗ്? കേൾക്കുന്നുണ്ടോ? ക്ലാസ് കേൾക്കുന്നുണ്ടോ? ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. ഓക്കെ, അപ്പൊ ജിയോഗ്രാഫി ഓഫ് ഇന്ത്യ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കേട്ടോ. ഇനി ജിയോഗ്രാഫി ഓഫ് ഇന്ത്യയിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് കറക്റ്റ് ആ ഒരു പോയിന്റ് അല്ലെ. അപ്പൊ നമ്മൾ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാന്നൊക്കെ പറയത്തില്ല. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും അല്ലെ. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇന്ത്യൻ മാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ നോർത്തേൺ ഹെമിസ്ഫിയർ കേട്ടോ. അതായത് 37.6 ഡിഗ്രി അല്ലെ, 37°6" അല്ല, അല്ലെങ്കിൽ 8°4 എന്നുള്ളത് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആണ്. നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആണ് അതെന്ന് പറയുന്നത് 3214 കിലോമീറ്ററും. അടുത്തത് 68.7 ലോഞ്ചിറ്റ്യൂഡിനൽ ഈസ്റ്റ് ഓഫ് 92933 കിലോമീറ്റർ, 2933 കിലോമീറ്റർ കേട്ടോ. ഇത് എഴുതി വെക്കേണ്ടതാണ്. അതിൽ ആ 37.6 ലാറ്റിറ്റ്യൂഡ് ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിൽ 97. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു അത് പഠിക്കേണ്ട? കോഡ് 37.6 ഡിഗ്രി നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ വാല്യൂ അല്ലെ. അപ്പൊ അതിനെ ഏകദേശം ഫാരൻ ഹീറ്റിലാക്കുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റ് അല്ലെ. ഫാരൻ ഹീറ്റർ എന്ന് പറയുമ്പോൾ 97.25 അല്ലെ. ഒന്ന് സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ പറയുന്നു, ഒന്ന് നമ്മൾ ഫാരൻ ഹീറ്റിൽ നമ്മൾ ടെമ്പറേച്ചർ പറയുന്നു അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചോണം. അപ്പൊ നോർത്ത് നമ്മൾ സെൽഷ്യസിൽ പഠിക്കുന്നു, ഈസ്റ്റിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തിനാണ്, ഫാരൻ ഹീറ്റിലാണ് ആറ്റിറ്റ്യൂഡ് പറയുന്നത് കേട്ടോ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിന് ലാറ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് വേഴ്സസ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് 37.6, ലോഞ്ചിറ്റ്യൂഡ് ഈസ് 97.25. ഓക്കെ, ടോട്ടൽ കിലോമീറ്റർ 32142955. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഇന്ത്യൻ സമയവും ഗ്രീൻവിച്ച് ടൈമും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മണിക്കൂർ 30 മിനിറ്റ് ആണ് ഗ്രീൻവിച്ച് മീൻ ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഏതെങ്കിലും കോഡ് വെച്ച് ഓർത്തിരുന്നോ? ക്വസ്റ്റ്യൻ ആണ്. 5 മണിക്കൂറിന്റെ വ്യത്യാസമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീൻവിച്ച് മീൻ ടൈം കേട്ടോ. ഗ്രീൻവിച്ച് മീൻ ടൈം ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതും ആയിട്ട് ഇന്ത്യൻ അല്ലെ, ഇന്ത്യൻ സമയം, അതായത് ഇന്ത്യയിലെ നമ്മുടെ 1 o'clock എന്ന് പറയുന്നത് ചിലപ്പോൾ അമേരിക്കയിൽ അത് വ്യത്യസ്തമായിരിക്കും അല്ലെ, ഗൾഫിൽ അത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അങ്ങനെ പല സ്ഥലങ്ങളിൽ
പല വ്യത്യസ്തങ്ങളായതുകൊണ്ട് ഇതിന്റെ എല്ലാം കൂടെ ഒരു സെൻട്രൽ ടൈം ആണ് അല്ലെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഗ്രീൻവിച്ച് ടൈമുമായിട്ട് ഇന്ത്യൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വ്യത്യാസമുണ്ട്? 5 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? എഴുതിയെടുത്തോ? എഴുതിയെടുത്തല്ലോ? എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 5 മണിക്കൂർ 30 മിനിറ്റ് കേട്ടോ. ഇനി ഇന്ത്യയുടെ മൊത്തം സ്ക്വയർ വിസ്തീർണം അല്ല ഏരിയ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 3.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. എത്രയാണ് ഇന്ത്യയുടെ മൊത്തം ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്? 3.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ എന്തെന്ന് പറയുന്നത് വിസ്തീർണം കേട്ടോ. എഴുതിയല്ലോ? നെക്സ്റ്റ്, ഇന്ത്യയുമായി ബോർഡർ പങ്കിടുന്ന രാജ്യം അല്ല, ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്ന രാജ്യം അല്ല, നമ്മൾ പഠിച്ചതാണ് ഒരു MCQല് നമ്മൾ ചെയ്യുന്നതാണ് അല്ല. അഫ്ഗാനിസ്ഥാനാണ് എന്തെന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കേട്ടോ, രണ്ടുപേരും നോർത്ത് വെസ്റ്റ് സൈഡിലാണ് അല്ല. നോർത്ത് വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അല്ല, ഏറ്റവും ടോപ്പിൽ ജമ്മു കാശ്മീർ, പഞ്ചാബ് അല്ല, ഗുജറാത്ത്, രാജസ്ഥാൻ അങ്ങനെ വരുന്ന ഭാഗങ്ങളിലാണ് ആരൊക്കെ കിടക്കുന്നത്? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ബ്രീഫ് ആയിട്ട് ഒരു ഇന്ത്യയുടെ മാപ്പ് വരച്ചു കഴിഞ്ഞാൽ അല്ല, ഏറ്റവും ടോപ്പില് ഇങ്ങനെ വരും അല്ല, ഏറ്റവും ടോപ്പ് ഇങ്ങനൊന്നും അല്ല മാപ്പ്, സോറി, ഇങ്ങനെ ഒരു മാപ്പ് വരുന്നു അല്ല. അപ്പൊ അതില് എന്താണ് ഈ ഭാഗം അല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഇത് ഏകദേശം ഏതെന്ന് പറയുന്നു? ജമ്മു കാശ്മീർ അല്ല. ജമ്മു കാശ്മീരിന് അടുത്തായിട്ട് എന്തോരും പാകിസ്ഥാൻ അങ്ങനെയുള്ള കേട്ടോ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കടന്നു പോകുന്നത് നോർത്ത് വെസ്റ്റ് കേട്ടോ. ദിസ് ഈസ് നോർത്ത്, ദിസ് ഈസ് വെസ്റ്റ് കേട്ടോ. നോർത്ത് വെസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി കംപ്ലീറ്റ് നോർത്തിലാണ് ആര് കിടക്കുന്നത്? കംപ്ലീറ്റ് നോർത്ത് പാർട്ടിലാണ് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ അല്ല. ചൈന, ഭൂട്ടാൻ, നേപ്പാൾ കേട്ടോ. ചൈന, ചൈനയും ഭൂട്ടാനും നേപ്പാളും കിടക്കുന്നത് ഫുള്ളി നോർത്ത് കേട്ടോ. വ്യത്യാസങ്ങളൊന്നുമില്ല. നോർത്ത് ഈസ്റ്റ് ഹിമാലയയുടെ വഴിയാണ് എവിടെ പോകേണ്ടത്? ചൈന, ഭൂട്ടാൻ, നേപ്പാൾ അല്ലെ. ചൈന, ഭൂട്ടാൻ അല്ലെ. നെക്സ്റ്റ്, ഇനി ഏറ്റവും ഈസ്റ്റ് അല്ല, ഈസ്റ്റിലാണ് നമ്മൾ ആര് കിടക്കുന്നത്? ഈസ്റ്റ് അല്ല, ഈസ്റ്റ് പാർട്ടിലാണ് ആര് കിടക്കുന്നത്? ആ, മ്യാൻമാർ കേട്ടോ. മ്യാൻമാർ ബോർഡർ അല്ലെ, ഈസ്റ്റില് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അല്ലെ. നാഗാലാൻഡ്, മ്യാൻമാർ എന്നൊക്കെ പറയുന്ന ഏകദേശം ബോർഡർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ മ്യാൻമാർ ഈസ് ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഈസ്റ്റേൺ പാർട്ടിൽ വരുന്ന ബോർഡർ പ്രദേശമാണ്, ബോർഡർ അയൽ രാജ്യമാണ് എന്തെന്ന് പറയുന്ന മ്യാൻമാർ കേട്ടോ. ഇനി ഈസ്റ്റ് വെസ്റ്റ് അല്ലെ, ഈസ്റ്റിനും വെസ്റ്റ് പോലെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബംഗ്ലാദേശ് കേട്ടോ. ഈസ്റ്റ് സൗത്ത് അല്ല, ഓർത്തോണം. ഈസ്റ്റ് വെസ്റ്റ് ആണ് എന്തെന്ന്? ഈസ്റ്റ് ഓഫ് വെസ്റ്റ് അല്ലെ. ഈസ്റ്റോട്ട് ബംഗ്ലാദേശ് അല്ലെ, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിന് ഈസ്റ്റ് ആയിട്ടാണ് എന്ത് കിടക്കുന്നത്? ബംഗ്ലാദേശ് കേട്ടോ. ഒന്നും കൂടെ പറയുന്നു, നോർത്ത് വെസ്റ്റും ഈസ്റ്റ് വെസ്റ്റും. നോർത്ത് വെസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത്? പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. നോർത്തിൽ ആരാണ് വരുന്നത്? ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. ആരൊക്കെയാണ്? ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. മ്യാൻമാറിൽ ആരാണ് വരുന്നത്? അല്ല, ഈസ്റ്റിൽ ആരാണ് വരുന്നത്? മ്യാൻമാർ. ഓക്കെ, ബംഗ്ലാദേശ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഒരു അയൽ രാജ്യമാണ് എന്തെന്ന് പറയുന്നത്? ശ്രീലങ്ക അല്ലെ. ശ്രീലങ്ക എന്ന് പറയുന്ന അയൽ രാജ്യമാണ്. പക്ഷേ എന്തുണ്ട്? ദർ ഈസ് എ കനാൽ അല്ലെ. ഇടയ്ക്ക് ഒരു ചെറിയ എന്ത് വരുന്ന ഒരു സീയുടെ ഒരു കനാലുണ്ട് അല്ലെ. അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? ആ, അതിന്റെ പറയുന്ന പേരാണ് പാക് കടലിടുക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പാക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ സിനിമ? അപ്പൊ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. മാന്നാർ മത്തായി സ്പീക്കിംഗ് ഇപ്പം എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ഓക്കെ, അപ്പൊ ഗൾഫ് ഓഫ് മാന്നാർ അല്ലെങ്കിൽ പാക് കടലിടുക്ക് അല്ലെ. പാക് സ്ട്രെയിറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഏതാണ്? പാക്. നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഓർക്കും. ഇത് ആ പാകിസ്ഥാൻ അല്ല, ഇത് പാക് അല്ലെ. അടയ്ക്ക, അടയ്ക്കാക്കല്ലേ അല്ലെ. അപ്പൊ അത് PALK ആണ് കേട്ടോ. പാക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്തെന്ന് പറയുന്ന നാരോ ചാനൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഇന്ത്യയുടെ പടം വരയ്ക്കുക കേട്ടോ. ഇന്ത്യയുടെ ഒരു പടം വരയ്ക്കുക കേട്ടോ. ഇന്ത്യയുടെ ഒരു പടം വരച്ചിട്ട് അല്ല, ജസ്റ്റ്
അല്ല, ഇന്ത്യയുടെ ഒരു പടം പെട്ടെന്ന് വരയ്ക്കുക കേട്ടോ. ഇന്ത്യയുടെ ഒരു പടം പെട്ടെന്ന് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആരൊക്കെ കൊടുക്കാം? ഇവിടെ നമുക്ക് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അല്ല, ഇവിടെ നമുക്ക് നോർത്ത് വെസ്റ്റില സോറി, ദിസ് ഇസ് നോർത്ത് വെസ്റ്റ്. അല്ല, നോർത്തിൽ നമുക്ക് ആരെയൊക്കെ കൊടുക്കാം? ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. അല്ല, CBN. അല്ല, CBN എന്ന് പറഞ്ഞ ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. അല്ല, അല്ല, എന്താ എന്ന് വെച്ചാൽ NCBയോ NBCയോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് പഠിക്കാം. CBN, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നു മ്യാൻമാർ. മ്യാൻമാർ ഈസ് ദ ഈസ്റ്റ് പാർട്ട്. മ്യാൻമാർ ഈസ് ഈസ്റ്റ് പാർട്ട്. പിന്നെ നമ്മുടെ ശ്രീലങ്ക. പിന്നെ നമ്മുടെ ശ്രീലങ്ക കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്തുണ്ട്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഈസ് ദ ഈസ്റ്റ് വെസ്റ്റ് കേട്ടോ. ഈസ്റ്റിനും വെസ്റ്റിനുമായിട്ടുള്ള റീജിയനിലാണ് എന്ത് വരുന്നത്? ബംഗ്ലാദേശ് കേട്ടോ. പിന്നെ ഏറ്റവും സൗത്തിലായിട്ട് അതിന്റെ ബാക്കിലോട്ട് വരുന്നു എന്ത് വരുന്നു? ശ്രീലങ്ക വരുന്നു. ശ്രീലങ്കയുടെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു കനാല് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മളോട് കരയുമായിട്ട് ബന്ധിച്ചാണെങ്കിൽ ബാക്കി പറഞ്ഞതെല്ലാം കിട്ടും കേട്ടോ. ഒരു സീയുടെ ഡിസ്റ്റൻസിൽ കിടക്കുന്ന അയൽ രാജ്യമാണ് ഇതെന്ന് പറയുന്നത് നാരോ കനാൽ. അതാണ് ശ്രീലങ്ക. അത് ദാറ്റ് ഈസ് എന്താണ്? മാന്നാർ, ഗൾഫ് ഓഫ് മാന്നാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ശ്രീലങ്കയെ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് വിളിക്കും അല്ലെ. ക്വസ്റ്റ്യൻ ആണ്, ഗൾഫ് ഓഫ് മാന്നാർ ഈസ് കാൾഡ് വിച്ച് കൺട്രി? ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, UAE, ശ്രീലങ്ക. അല്ലെ, മെജോറിറ്റി ആൾക്കാർ ഇറാൻ എഴുതി അല്ലെ. ഓക്കെ, അപ്പൊ ഗൾഫ് എന്ന് കേൾക്കുന്ന ഏതെങ്കിലും പേർഷ്യൻ രാജ്യങ്ങൾ എഴുതി കേട്ടോ. ചിലപ്പോ ഒരു പേർഷ്യൻ രാജ്യം, രണ്ട് ഇംഗ്ലീഷ് രാജ്യം, ഒരു ശ്രീലങ്കയും കൂടെ ആയിരിക്കും ഓപ്ഷനകത്ത് വരുന്നത്. അപ്പൊ എല്ലാരും വിചാരിക്കും ആഹാ, ഒരേ ഒരു ഗൾഫ് രാജ്യം, ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് നേരെ പോയി ഇറാൻ എഴുതി വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ MCQ വരുന്ന ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ഈ ഗൾഫ് ഓഫ് മാന്നാർ. ക്ലിയർ ആണല്ലോ? എഴുതിയെടുത്തോ? നോട്ട് എഴുതിയോ? നോട്ട് എഴുതി കഴിഞ്ഞോ? നോട്ട് എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് വരുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ കേട്ടോ. എന്താണ് ഇന്ത്യൻ ഭൂപ്രകൃതി അനുസരിച്ച് ക്ലൈമറ്റ് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസംബർ തണുപ്പ് കാലം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വിന്റർ സീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡിസംബർ മുതൽ ഏപ്രിലാണ് കേട്ടോ. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ എന്നാണ് കേട്ടോ. അതായത് ഇയർലി ഏപ്രിൽ എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ വിന്റർ സീസൺ സ്റ്റാർട്ട് ഫ്രോം ഡിസംബർ ടു ഏപ്രിൽ. പരീക്ഷയിൽ ഡിസംബർ ടു ഏപ്രിൽ എന്നായിരിക്കും. അപ്പൊ ഡിസംബർ ടു മാർച്ച് ഓപ്ഷൻ ഇടും, ഡിസംബർ ടു ഫെബ്രുവരി ഓപ്ഷൻ ഒക്കെ ഇട്ട് വെക്കും കേട്ടോ. തെറ്റിക്കരുത്. വിന്റർ സീസൺ സ്റ്റാർട്ടിങ് ഫ്രം ഇന്ത്യ ഫ്രം ഡിസംബർ ടു ഏപ്രിൽ. വിന്റർ കഴിഞ്ഞു, നമ്മൾ നേരെ ഇതിലോട്ട് പോകുന്നു? സമ്മർ, ചൂട് കാലത്തിലോട്ടും അല്ല, ചൂട് കാലത്തിലോട്ടും പോകുന്നു. ചൂട് കാലത്തെയാണ് നമ്മൾ പ്രീ മൺസൂൺ കാലം എന്ന് പറയുന്നത്. മൺസൂൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ല, ചൂട് തുടങ്ങുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ചൂട് കേട്ടോ. ഏപ്രിൽ മുതൽ ജൂൺ വരെ അല്ലെ. ചില ബുക്കുകളിൽ മാർച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്. ലേറ്റസ്റ്റ് ഇതനുസരിച്ച് ഏപ്രിൽ ടു ജൂൺ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി മൺസൂൺ, മഴ പെയ്ത് കഴിഞ്ഞു അല്ല, മൺസൂൺ സോറി, പ്രീ മൺസൂൺ മഴ പെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മഴക്കാലം കേട്ടോ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം കേട്ടോ. ഇനി മഴക്കാലം മാറി പോകുന്നു അല്ലെ. ഇനി എന്തായിരുന്നു? ഓണം വന്നു അല്ലെ. എന്ന് പറയുമ്പോൾ വീണ്ടും ഏതാണ്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസമാണ് പോസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലൈമറ്റ് ചേഞ്ചസ് ഇൻ ജിയോഗ്രാഫി അനുസരിച്ച് ഇന്ത്യയിലെ ക്ലൈമറ്റ് ചേഞ്ചസ് എന്നൊക്കെയാണ്? വിന്റർ കാലം വരുന്നത്, തണുപ്പ് കാലം വരുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ വരെ. പ്രീ മൺസൂൺ വരുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ. മൺസൂൺ തുടങ്ങുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സെപ്റ്റംബർ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നു പോസ്റ്റ് മൺസൂൺ അല്ല. പോസ്റ്റ് മൺസൂണിന് വേറെ പേര് പറയും, ആർക്കെങ്കിലും അറിയാം? പോസ്റ്റ് മൺസൂണിന് വേറെ പേര് പറയും, ഏതാണ്? തണുപ്പിന്റെയൊക്കെ ആരംഭം എന്നൊക്കെ നമ്മൾ പറയും, ഒക്ടോബർ ടു ഡിസംബർ സ്പ്രിംഗ് സീസൺ എന്നൊക്കെ നമ്മൾ സ്പ്രിംഗ് സീസൺ അല്ലെ. സ്പ്രിംഗ് സീസൺ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും കേട്ടോ. ഓക്കെ, എഴുതിയോ? നോട്ട് എഴുതിയോ? ക്ലൈമറ്റ് നോട്ട് എഴുതിയോ? ക്ലൈമറ്റ് നോട്ട് എഴുതിയല്ലോ. അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ഇന്ത്യൻ ക്ലൈമറ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ്. നോട്ട് എഴുതിയോ? ക്ലൈമറ്റ് നോട്ട് എഴുതിയോ?
കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നീട് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് വേണം പഠിക്കാൻ. ഒന്ന് രണ്ടു വട്ടം റിവൈൻഡ് ചെയ്യാം കേട്ടോ. ബേസിക് ജിയോഗ്രാഫി ഓഫ് ഇന്ത്യയിലോട്ട് നമുക്ക് കിടക്കാം. ഇന്ത്യയുടെ പോപ്പുലേഷൻസ് കേട്ടോ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 621 മെയിൽ പോപ്പുലേഷനും 587 ഫീമെയിൽ പോപ്പുലേഷനും വരുന്നുണ്ട് കേട്ടോ. അതായത് മെയിൽ പോപ്പുലേഷൻ കൂടുതലാണ്, ഫീമെയിൽ പോപ്പുലേഷൻ കുറവാണ് കേട്ടോ. അതായത് സെക്സ് റേഷ്യോ അനുസരിച്ച് 1000 മെയിൽസിന് 940 ഫീമെയിൽസ് ആണ് പറയുന്നത് കേട്ടോ. ഫീമെയിൽ സെക്സ് റേഷ്യോ അല്ല എന്ന് പറയുമ്പോൾ എത്ര, 940 ഫീമെയിൽസ് ഓവർ 100 മെയിൽസ് എന്നുള്ള രീതിയിലാണ് എന്ത് പറയുന്നത്, സെക്സ് റേഷ്യോ പറയുന്നത്. ഇമ്പോർട്ടൻസ് ആണ്. 623 മില്യൺ മെയിൽസും 587 മില്യൺ ഫീമെയിൽസ്. അതായത് ഏകദേശം അല്ല 1200 സംതിങ് ആണ് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ കേട്ടോ. 1200 മില്യൺസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ കേട്ടോ. 623 മെയിലും 587 ഫീമെയിൽസ് അല്ല, 620 587 കൂടെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പൊ 6 5 11 അതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ എന്തൊരു 12 വരും അല്ലെ. 1200 നമ്മുടെ ടോട്ടൽ. 1200 മില്യൺസ് ആണ് ടോട്ടൽ പോപ്പുലേഷൻ കേട്ടോ. അതായത് 2011 വരെയുള്ളത് ഇതുവരെ വന്നിട്ടുള്ളൂ. അടുത്ത സെൻസസ് ഇതുവരെ റിപ്പോർട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. ആ സെൻസസ് പ്രകാരം ഓരോ വർഷവും 1.64 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രോത്ത് റേറ്റ് അറ്റ് 1.6 പെർ ഇതായിരുന്നു കൂടുന്നു അല്ലെ. ഗ്രോത്ത് റേറ്റ് 1.6 പെർസെന്റ് അല്ല പെർസെന്റേജ് ഡ്യൂറിങ് 2001 മുതൽ 2011. അപ്പൊ അത്രയും ഗ്രോത്ത് റേറ്റ് ചോദിച്ചാൽ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ചോദിച്ചാൽ 1.64 കേട്ടോ. ഇതിന്റെ 1% ഓരോ വർഷം ആനുവലി ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം. ബർത്ത് റേറ്റ് 20 കേട്ടോ. ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 20ഉം ഡെത്ത് റേറ്റ് 7.2. 20% ജനനവും 7% മരണവുമാണ് സംഭവിച്ചത്. ഓർക്കണം. ഓക്കെ. ലൈഫ് എക്സ്പെക്ടൻസി കേട്ടോ. മെയിൽസ് ആണ് 65 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത്. ശരാശരി ഇന്ത്യൻ ആ എന്താണ് ഇന്ത്യൻ മെയിൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൺകുട്ടികൾ അല്ലെ, ശരാശരി അല്ലെങ്കിൽ ഇന്ത്യൻ പുരുഷന്മാർ ജീവിച്ചിരിക്കുന്ന ശരാശരി വർഷം എന്ന് പറയുന്നത് 65 വയസ്സും 8 മാസവുമാണ് കേട്ടോ. സ്ത്രീകൾക്ക് ആയുസ് കൂടുതലാണ്. 68 വയസ്സും 1 മാസവുമാണ് സ്ത്രീകൾ ജീവിച്ചിരിക്കുന്ന ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. 940 ഇന്ത്യയുടെ സെക്സ് റേഷ്യോ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിലെ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. 623 500 സംതിങ് വെച്ചുകൊണ്ട് 1200 ഇന്ത്യൻ ടോട്ടൽ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 1.68. ബർത്ത് റേറ്റ് 20.5ഉം അതുപോലെ ഡെത്ത് റേറ്റ് 7 അല്ല, നല്ല കുറവാണ് 20 അല്ല. അതായത് 7ന്റെ 3 ഇരട്ടി കൂടുതൽ വലിപ്പത്തിലാണ് ഏത് വന്നിരിക്കുന്നത്, ബർത്ത് റേറ്റ്. അതിന്റെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവ്, 7.2. ഒരു ആവറേജ് പുരുഷൻ ഇന്ത്യയിൽ 65 വയസ്സും 8 മാസം വരെ ജീവിച്ചിരിക്കും. ഒരു ആവറേജ് ഫീമെയിൽ ഇന്ത്യയിൽ 68 വയസ്സ് മുതൽ 1 മാസം വരെയാണ് ജീവിച്ചിരിക്കുന്നത്. 2011 സെൻസസ് കണക്കനുസരിച്ച് ഇന്ത്യയിൽ 940 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്നുള്ള രീതിയിൽ സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണോ? ജിയോഗ്രാഫി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പോപ്പുലേഷൻ പാർട്ട് ക്ലിയർ ആണോ? പോപ്പുലേഷൻ പാർട്ട് മനസ്സിലായോ? മനസ്സിലായോ? എഴുതിയെടുത്തോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഞാൻ ഈ പഠിപ്പിക്കുന്നതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് കാണും. ഇപ്പോഴത്തെ റെയിൽവേയിൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ കാണും. ആണ് ഞാൻ പറയുന്നത്. GK ഒക്കെ 10ൽ 10 സ്കോർ അടിച്ചെടുത്തോണം കേട്ടോ. അതുപോലെ മാത്സ് ആണെങ്കിൽ 10ൽ 10 നേടണം കേട്ടോ. അഥവാ തെറ്റുവാണെങ്കിൽ 1 2 ഒക്കെ തെറ്റാവുള്ളൂ കേട്ടോ. ഈ GK പാർട്ട്, ഈ നോൺ നേഴ്സിംഗ് പാർട്ട്. ബാക്കി ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. 30 ഔട്ട് ഓഫ് 30 മേടിച്ചാൽ ഷുവർ ആണ് ജോലി. പിന്നെ ഒന്നും ചിന്തിക്കണ്ട. പിന്നെ റെയിൽവേ സ്റ്റാഫ് എന്നുള്ളത് അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ. 30 ഔട്ട് ഓഫ് 30 നോൺ നഴ്സിംഗിൽ മേടിച്ച്. ഓക്കെ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ലോട്ട് പോട്ടെ.
മനസ്സിലായല്ലോ? എഴുതിയെടുത്തോ? എഴുതിയെടുത്തോ? അമൃത സിസ്റ്റർ എഴുതിയെടുത്തോ? ഗ്രീഷ്മ സിസ്റ്റർ എഴുതിയെടുത്തോ? ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇനി ഇന്ത്യയിലെ എത്നിക് ഗ്രൂപ്പുകൾ കേട്ടോ. ഇന്ത്യയിലെ എങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെ? അല്ലെ, പല സ്ഥലങ്ങളിലോട്ടും ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ആ മുഖഭാവങ്ങളും അല്ലെ, ആ ഒരു സ്റ്റാച്ചു അല്ലെ, സ്ട്രക്ചറും ഒക്കെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കുന്ന, ആസ്ട്രേലിയക്കാരെ പോലെ ഇരിക്കുന്ന ആസ്ട്രലോയിഡ് ആൾക്കാർ ഇന്ത്യയിലുണ്ട് കേട്ടോ. കാണാൻ നല്ല എന്താണ്, ഒരു ആസ്ട്രേലിയൻ ടച്ച് അല്ലെ ഉള്ള അല്ലെ, എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫോറിനിലെ ആൾക്കാരെ പോലെയുള്ളവരും ഇന്ത്യയിലുണ്ട്. ദാറ്റ് ഈസ് ആസ്ട്രലോയിഡ് ആൾക്കാരെന്നാണ്. കേട്ടോ? പിന്നെ ചൈനക്കാരല്ലേ, മോണോഗോളോയിഡ് ആൾക്കാർ അല്ലെ, ചൈനയിലെ ആൾക്കാരെ പോലെ ഇരിക്കുന്ന, ഈസ്റ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മണിപ്പൂർ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെ ഇരിക്കുന്ന ഒരു ആൾക്കാർ കേട്ടോ. പിന്നെ യൂറോപ്പോയിഡ് അല്ല, യൂറോപ്പോയിഡ് യൂറോപ്യൻസിനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. യൂറോപ്പോയിഡ്സിനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അല്ല. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഏതാണ്? കൗക്കേസ്യൻ ആൾക്കാർ കേട്ടോ. CAUCASIA കേട്ടോ. പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാം. നമ്മൾ എന്താണ്, കൗക്കേസ്യൻ, കൗ എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഓർത്ത് ചെയ്യുക കേട്ടോ. കൗക്കേസ്യൻ ആണ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എത്തനിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. പിന്നെ നീഗ്രോയിഡ് അല്ല, നീഗ്രോസിനെ പോലെയുള്ള ആൾക്കാരും എന്തുണ്ട്, ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ നീഗ്രോയിഡ് ഉണ്ട്, കസ്കേസിയൻ ഉണ്ട്, യൂറോപ്പോയിഡ് ഉണ്ട്, മോംഗ്ലോയിഡ് ഉണ്ട്, ആസ്ട്രേലിയ. ഇന്ത്യയിൽ ആസ്ട്രേലിയക്കാരുണ്ട്, ഇന്ത്യയില് യൂറോപ്യൻസ് ഉണ്ട്, മംഗോളിയൻസ് ഉണ്ട് ഇന്ത്യയില്. പിന്നെ കക്കേഷ്യൻസ് അല്ലെ, കൗസ് അല്ലെ, കക്കേഷ്യൻ ആൾക്കാരുണ്ട്. പിന്നെ നീഗ്രോയിഡ് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ 5 മേജർ റേഷ്യൽ ടൈപ്സ് കേട്ടോ. എക്സെപ്റ്റ് ഇട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് എത്തനിക് ഗ്രൂപ്പ്സിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് മോസ്റ്റ് കോമൺ എത്തനിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും കേട്ടോ. എന്ന് എഴുതി കഴിഞ്ഞാൽ എഴുതിക്കോണം, കക്കേഷ്യൻ ഇസ് ദ മോസ്റ്റ് കോമൺ എത്തനിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന 5 മേജർ റേഷ്യൽ ഗ്രൂപ്പ് ഇതാണ് സാധാരണ വരുന്ന: ആസ്ട്രോയിഡ്, മോംഗ്ലോയിഡ്, യൂറോപ്പോയിഡ്, കസ്കേഷ്യൻ ആൻഡ് നീഗ്രോയിഡ്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയോ? എത്നിക് ഗ്രൂപ്പ്സ്, 5 എത്നിക് ഗ്രൂപ്പ്സ് എഴുതിയോ? നോട്ട് എഴുതിയോ? ആസ്ട്രോയിഡ്, മോംഗ്ലോയിഡ്, യൂറോപ്പോയിഡ്, കസ്കേഷ്യൻ, നെഗ്രോയിഡ്. നമ്മള് ഇത് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഡുണ്ട്. നെയിം സി എന്നുള്ള കോഡ് ഇട്ടാണ് പഠിക്കുന്നത് കേട്ടോ. നെയിം ഈസ് സി. നെയിം സി അല്ല. എൻ ഫോർ എന്താണ്, നീഗ്രോയിഡ്. എ ഫോർ ആസ്ട്രലോയിഡ്. എം ഫോർ മംഗ്ലോയിഡ്. ഇ ഫോർ യൂറോപ്പോയിഡ്. സി ഫോർ കസ്റ്റോയിഡ് അല്ല. സി എന്ന് പറയുന്നത് എന്താണ്, നെയിം ഈസ് കോമൺ സി എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എത്തനിക് ഗ്രൂപ്പ് ഈസ് ഏതാണ്? Caucasian. Caucasian is the most common ethnic group in India. Name common. Name എല്ലാം rare ആണ്. C is the common. ആസ്ട്രലോയിഡ്, നീഗ്രോയിഡ്, മംഗോളിയോയിഡ് ആൻഡ് മംഗോളിയഡ്, എന്തോ ആയിക്കോട്ടെ, മംഗ്ലോയിഡ് ആൻഡ് യൂറോപ്പ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് നമ്മൾ കടക്കുന്നു. അടുത്ത സ്ലൈഡിലോട്ട് വരുന്നു. ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഏകദേശം 1200 സംതിങ് കേട്ടോ പോപ്പുലേഷൻ. ഇന്ത്യയിലെ മൊത്തം ലാംഗ്വേജ് 22 കേട്ടോ. ഇന്ത്യയിലെ മൊത്തം ലാംഗ്വേജ് 22 ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. 28 സംസ്ഥാനത്തിലായിട്ട് 28. അതിൽ നിന്ന് ഹിന്ദിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പലരും പ്രശ്നം ഉണ്ടാക്കും, എന്തുകൊണ്ടാണ് ഹിന്ദിയെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ അത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. 343/3 കേട്ടോ. വളരെ ഇമ്പോർട്ടൻസ് ആണ്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ ആർട്ടിക്കിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ എത്രാമത്തെ ആർട്ടിക്കിൾസിലാണ് ഹിന്ദിയെ എന്ത് ചെയ്തിരിക്കുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതാണ്? ആൻസർ ഈസ് ആർട്ടിക്കിൾ 343/3. ആർട്ടിക്കിൾ 343/3. ഓക്കെ, അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ 1028. 1200 ആ റേഞ്ചിലുള്ള ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാൻ. 22 ഭാഷകളാണ് ഇന്ത്യയിൽ ടോട്ടൽ.
അതിൽ ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. അങ്ങനെ ഔദ്യോഗികമായിട്ട് കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിക്കോണം. അതൊക്കെ സിമ്പിൾ GK ആണ് കേട്ടോ. ഔദ്യോഗികമായിട്ടുള്ള പക്ഷി, ഔദ്യോഗികമായിട്ടുള്ള അല്ല അല്ലെ, മൈലി എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള പക്ഷിയാണ് അല്ലെ. അങ്ങനെ ഓരോന്നോരോന്നുണ്ട് അല്ലെ. അതുപോലെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയുടെ മദർ ടങ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. നാഷണൽ മദർ ടങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഹിന്ദിയാണ്. അപ്പൊ ഹിന്ദി എന്തുകൊണ്ട് ഈ 22 ലാംഗ്വേജിൽ നിന്നും സെലക്ട് ചെയ്തെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു നിയമം കൊണ്ടുവന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടുണ്ട്, ആർട്ടിക്കിൾ 343 സെക്ഷൻ 3. ആർട്ടിക്കിൾ 343 സെക്ഷൻ 3യിലാണ് എന്ത് വരുന്നത്, ഹിന്ദി ഔദ്യോഗിക ഭാഷയാണെന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയോ? 343 ഈസി അല്ലേ? 343 എല്ലാം 3 അല്ലെ. അവിടേക്ക് ഒരു 4 കയറി വരും. 343 അല്ലെ. 343 3 അല്ലെ. ചിലപ്പോൾ 343 സെക്ഷൻ 7 6 5 എന്നുള്ള ഓപ്ഷൻ ഇട്ട് അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നിട്ട് ഹിന്ദി നിലവിൽ വന്ന ആർട്ടിക്കിൾസ് ഏതാണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാം. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയെടുത്തോ? 22 ഭാഷ എഴുതിയെടുത്തോളൂ. ഹിന്ദി എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആർട്ടിക്കിൾസ് ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ആർട്ടിക്കിൾ അറിഞ്ഞുകൂടാത്തവര് എഴുതിക്കോ. എഴുതിയോ? നോട്ട് എഴുതിയോ? നോട്ട്സ് എഴുതിയോ? നോട്ട് എഴുതിയോ? ഓക്കെ. ജിയോഗ്രാഫി ഓഫ് അല്ല, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ല, ഇന്ന് ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ്. അപ്പം ഇന്ത്യൻ കൊടി അല്ല, ഇന്ത്യൻ കൊടി എന്ന് പറയുന്ന ഫ്ലാഗ് ഡിസ്ക്രിപ്ഷനിലോട്ട് നമ്മൾ വരുവാണ് കേട്ടോ. ഫ്ലാഗ് ഡിസ്ക്രിപ്ഷനിലോട്ട് വരുവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കൊടിയുടെ കളർ അല്ല, 3 കളറാണ് വരുന്നത് അല്ല. ഫസ്റ്റ് ഏറ്റവും മുകളിൽ സാഫ്രോൺ കളർ, കെസാരിയ കളർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡീപ് സാഫ്രോൺ അല്ല, കടുത്ത സാഫ്രോൺ കളർ. ഡീപ് സാഫ്രോൺ അറ്റ് ദ ടോപ്പ്. മിഡില് വൈറ്റ് അല്ലെ, ഡാർക്ക് ഗ്രീൻ അല്ലെ, ബോട്ടംസിൽ ഈ ഡാർക്ക് ഗ്രീൻ. പക്ഷെ ഇവിടെ എല്ലാം ഒരു ഈക്വൽ പോർഷൻ ആയിരിക്കണം. ടോപ്പ് ഈക്വൽ, വൈറ്റ് ഈക്വൽ, ഡാർക്ക് ഗ്രീൻ എല്ലാം ഒരേ ഈക്വൽ ഡയമെൻഷനിലുള്ളതായിരിക്കും. സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഓഫ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഗൂഗിളിൽ നോക്കണം. അതൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും കണ്ടിട്ട് കേട്ടോ. ഇനി നടുക്ക് അശോക ചക്രം വരുന്നുണ്ട് അല്ലെ. അശോക ചക്രയാണ് എന്തെന്ന് പറയുന്നത്, ഉം, നടുക്ക് വരുന്നത് കേട്ടോ. നടുക്ക് വരുന്നത് എന്താണ്? അശോക ചക്രം. ഓക്കെ, അശോക ചക്രയാണ് നടുക്ക് വരുന്ന, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് സാർനാഥ് കേട്ടോ. സർനാഥ് എന്നുള്ള രീതിയിൽ, സർനാഥ് എന്നുള്ള രീതിയിൽ ഒരു അധികാരത്തിന്റെ ഒരു ചിഹ്നം എന്നുള്ള രീതിയിൽ ഏത് വരുന്നുണ്ട് നടുക്കായിട്ട്? എന്ത് വരുന്നു? അശോക ചക്രം. അശോക ചക്രത്തിന്റെ കളർ ചോദിച്ചാൽ നേവി ബ്ലൂ കേട്ടോ. നേവി ബ്ലൂ വീൽ അല്ലെ. ആ വീലിന് എത്ര പാർട്സ് ഉണ്ട്? ഉം. എത്ര ഇതുണ്ട്? അശോക ചക്രത്തിന്റെ വീലിന് എത്ര പാർട്സ് ഉണ്ട്? ആർക്കെങ്കിലും അറിയാമോ? ഉം. നമ്പർ ഓഫ് വീൽസ്, അത് എവിടെയോ ഒരു പരീക്ഷയിൽ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് എത്ര വീലുണ്ടോ? 24 അല്ലെ. ഒരു ദിവസം 24 അല്ലെ, 24 മണിക്കൂറാണ് അല്ലെ. 24 മണിക്കൂർ എന്നുള്ള ക്ലോക്ക് അല്ലെ, ആ ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തേക്കുന്നത് അല്ലെ. ഓക്കെ, 24 hours a day കേട്ടോ അല്ലെ. വീൽ ഓഫ് ടൈം അല്ലെ, വീൽ ഓഫ് ടൈം എന്നുള്ള രീതിയിൽ അശോക ചക്ര അല്ലെങ്കിൽ സർനാഥ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അതും കൂടെ എഴുതിക്കണം കേട്ടോ. 24 കളർ എഴുതുക. ഡീപ് സാഫ്രോൺ, സാഫ്രോൺ ഈസ് ദ ടോപ്പ്. സാഫ്രോൺ ആയിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. കെസാരി ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. കെസാരിയ കളർ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല. വൈറ്റ് ഇൻ ദ മിഡിൽ, നടുക്കത്തെ ഭാഗത്തെ വൈറ്റ്. ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. അപ്പൊ ഡീപ്പ് സാഫ്രോണ്
വൈറ്റ് ഡാർക്ക് ഗ്രീൻ ഇൻ ദ ബോട്ടം. നെക്സ്റ്റ് വൈറ്റ് ബാൻഡിനകത്ത് എന്ത് വരുന്നുണ്ട്? നേവി ബ്ലൂ കളറിലുള്ള അശോക വീല് അല്ലെ. അതിന് എത്ര സ്പൈക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സ്പൈക്ക് ആണ്? 24 സ്പൈക്ക്. എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 24 ടൈം അല്ലെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്നുള്ള രീതിയിൽ ആണ് 24 സ്പൈക്സ് അശോക ചക്രയിൽ. ഓ, എഴുതിയോ? ക്ലിയർ ആണോ? ജിയോഗ്രാഫി ഓഫ് ഇന്ത്യയിൽ ഫ്ലാഗ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലായോ? 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 എഴുതിയോ? ഇന്ത്യൻ ഫ്ലാഗിനെ പറ്റി എഴുതിയോ? ഇന്ത്യൻ ഫ്ലാഗ് എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യൻ ബൗണ്ടറീസ്, വാട്ടർ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ. കേട്ടോ, നമ്മൾ കരയുമായിട്ടുള്ള ബോർഡർ ആണ് പങ്കിട്ട കാര്യമാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് നമ്മുടെ ഒരു ശ്രീലങ്ക കയറി വന്നു. ഓക്കെ, ഓക്കെ. എനിവേ, ഇന്ത്യ ശ്രീലങ്ക തമ്മിൽ എന്തുണ്ട്? രാമസേതു എന്നൊക്കെ പറഞ്ഞ് എന്തുണ്ട്? ഒരു ബൗണ്ടറി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് മാരിടൈം ബൗണ്ടറി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യ ശ്രീലങ്ക ബൈ മാരിടൈം ബൗണ്ടറി കേട്ടോ. മാരിഗോൾഡ് ബിസ്ക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇന്ത്യ ശ്രീലങ്ക ബൈ മാരിടൈം ബൈ ഇന്തോനേഷ്യൻ ബൈ ഗ്രേറ്റ് ചാനൽ. എന്താണ്? ഇന്ത്യ ഇന്തോനേഷ്യ ബൈ ഗ്രേറ്റ് ചാനൽ. ഇന്ത്യ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യ ഇസ് ദ ഗ്രേറ്റ് അല്ല. ശ്രീലങ്കയിൽ ഇസ് ദ മാരിടൈം അല്ല. മാരിടൈം ആണ് ശ്രീലങ്ക അല്ല. ഇന്ത്യ മ്യാൻമാറിൽ പോയി കൊക്കോ അല്ല കൊക്കോ കോള കുടിച്ചു. കോക്കോ ചാനലാണ് വരുന്നത് കേട്ടോ. ഇന്ത്യ മാലദ്വീപ്സ് ബൈ 8 ഡിഗ്രി ചാനൽ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. വാട്ടർ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ അല്ല. വാട്ടർ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലോട്ടുള്ള എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ വാട്ടർ വഴിയാണ് പോകുന്നത് അല്ലെ. ഈ കടലിലൂടെ ഈ മാർഗങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യ ശ്രീലങ്ക ബൈ മാരിടൈം ബൗണ്ടറി. ഇന്ത്യ ഇന്തോനേഷ്യ ബൈ ഗ്രേറ്റ് ചാനൽ അല്ല. ഇന്ദിര പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇന്ത്യ ഇന്തോനേഷ്യ ബൈ ഗ്രേറ്റ് ചാനൽ അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ്. നെക്സ്റ്റ്, ഇന്ത്യ മ്യാൻമാർ ബൈ കോക്കോ ചാനൽ. ഇന്ത്യ മാലദ്വീപ്സ് ബൈ 8 ഡിഗ്രി ചാനൽ. ഓക്കെ, എഴുതിയോ? ഇന്ത്യ ശ്രീലങ്ക ബൈ മാരിടൈം ബൗണ്ടറി. ഇന്ത്യ ശ്രീലങ്ക ബൈ മാരിടൈം ബൗണ്ടറി. ഇന്ത്യ ഇന്തോനേഷ്യ ബൈ ഗ്രേറ്റ് ചാനൽ. ഇന്ത്യ മ്യാൻമാർ ബൈ കൊക്കോ ചാനൽ. ഇന്ത്യ മാലദ്വീപ്സ് ബൈ 8 ഡിഗ്രി ചാനൽ. എഴുതിയോ? മാരി അല്ലെ, മാരി ഗോൾഡിന്റെ ബിസ്ക്കറ്റ് തിന്നാൻ ശ്രീലങ്കയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് ചെന്നു അല്ലെ. അപ്പൊ അവിടുത്തെ ഉള്ള പള്ളികളും അല്ലെ അമ്പലങ്ങളും ഒക്കെ കണ്ടപ്പോൾ അതൊരു വലിയ ഗ്രേറ്റ് ആയിട്ട് തോന്നി. ദാറ്റ് ഈസ് ഇന്ദിര പോയിന്റ്. ഗ്രേറ്റ് ചാനൽ ആണ് ഇന്തോനേഷ്യ. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ഒന്ന് ബീച്ചിലോട്ട് വന്നു. മ്യാൻമാർ ബീച്ചിലോട്ട് പോയി അല്ലെ. അവിടെ എത്തിയപ്പോൾ കൊക്കോ കോള കുടിച്ചു ബീച്ചിൽ അല്ലെ. പിന്നെ അവിടെ നിന്ന് എന്ത് വന്നു? മാലദ്വീപ്സിൽ പോവാൻ 8 ഡിഗ്രി കപ്പൽ കയറി അല്ലെ. 8 ഡിഗ്രി കപ്പൽ വഴി എവിടെ എത്തി? മാൽദീവ്സിലെത്തി. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റും ഇല്ല. അപ്പൊ ശ്രീലങ്കയിൽ മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് കഴിച്ചു പോയി. അതിനുശേഷം അവിടെ നിന്ന് ഇന്തോനേഷ്യയിലെത്തി. അപ്പോൾ അത് ഗ്രേറ്റ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഇന്ദിര പോയിന്റിൽ ഇറങ്ങി. അവിടെ നിന്ന് എന്ത് ചെയ്തു? കൊക്കക്കോള കുടിക്കാനായിട്ട് മ്യാൻമാറിൽ പോയി. മ്യാൻമാറിൽ നിന്ന് 8 ഡിഗ്രി കപ്പലെടുത്ത് മാലദ്വീപ്സിൽ. ക്ലിയർ ആണോ? എഴുതിയല്ലോ? ഓക്കെ, നെക്സ്റ്റ്. വാട്ടർ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ ജിയോഗ്രാഫിക്കൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ബോർഡർ ഓഫ് ഇന്ത്യ കേട്ടോ. ഇന്ത്യക്ക് രണ്ട് ഇന്റർനാഷണൽ ബോർഡർ ആണ്. ലോക്കൽ ബോർഡർ ഉണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നു? ആ ഇപ്പൊ ഏഷ്യ മൊത്തം കറങ്ങാൻ പറ്റും അല്ല. ഏഷ്യയിൽ നിന്ന് വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെത്താൻ പറ്റും. യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ രാജ്യങ്ങളിലോട്ട് എത്താൻ പറ്റും കേട്ടോ. ആഫ്രിക്കൻ ഉണ്ട് അല്ല. അതായത് ഇന്റർനാഷണൽ ബോർഡേഴ്സ് കേട്ടോ. ഇന്റർനാഷണൽ ബോർഡർ അല്ല. ഫ്ലൈറ്റ് വഴി എത്തുന്നതല്ല ഉദ്ദേശിക്കുന്നത്, കരമാർഗം അല്ലെങ്കിൽ ബോർഡർ ക്രോസിംഗ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓക്കെ, ബോർഡർ ക്രോസിംഗ് അതായത് കരമാർഗമായിരിക്കും. ഒരിക്കലും വാട്ടർ ഒന്നുമല്ല, കരമാർഗം റോഡ് മാർഗം നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന കേട്ടോ. അല്ല, ഒരു ബോർഡർ അടച്ചു വെച്ചേക്കാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അല്ല.
ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്താണ് അടച്ചു വെച്ചേക്കുവാണ്. അതൊരു ബോർഡറാണ്. പാകിസ്ഥാൻ വഴി ഗൾഫ് വഴി കറങ്ങി തിരിഞ്ഞ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും. പിന്നെ ഉള്ളത് ഇന്ത്യ ചൈന ബോർഡർ. ഇതാണ് ഇപ്പം ഓപ്പൺ ഉള്ളത്. നിലവില് ഓരോ രാജ്യങ്ങളിലോട്ട് പോകണമെങ്കിൽ ഇന്ത്യ ചൈന ബോർഡർ ഇസ് ദ ഓപ്ഷൻ കേട്ടോ. അപ്പൊ രണ്ട് ബോർഡറാണ് വരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആൻഡ് ഇന്ത്യ ചൈന ബോർഡർ. ഓരോന്നിനും ഓരോ പേരുണ്ട്, അറിയാം ആർക്കെങ്കിലും? ഇന്ത്യ ചൈന ബോർഡറിന്റെ മറ്റൊരു പേരെന്താണ്? ഓക്കെ, അത് നമുക്ക് വരുന്ന ഇതിൽ നോക്കാം കേട്ടോ. ഇനി ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോർഡറുകൾ പറയുകയാണ് കേട്ടോ. അത് അവിടെ പോയിട്ട് തിരിച്ചു വന്നോണം. വേറെ അടുത്ത രാജ്യങ്ങളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ദുരന്ത ലൈൻ എന്നാണ് പറയുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത് വളരെ ദുരന്തമാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്നത് വളരെ ദുരന്തമായിട്ടുള്ള കാര്യമാണ്. അന്നേരം എന്താണ് ദുരന്ത ലൈൻ കേട്ടോ. ഓക്കെ, ഇനി ആൻഡമാനിലോട്ട് പോകണമെങ്കിൽ കേട്ടോ, സൗത്ത് ആൻഡമാൻ അല്ലെങ്കിൽ ലിറ്റിൽ ആൻഡമാൻ കേട്ടോ, അവിടെ പോകണമെങ്കിൽ എന്താണ് ഡങ്കൻ പാസേജ് വഴി പോകണം. ഏതാണ്? ഡങ്കൻ കേട്ടോ, ഡങ്കൻ പാസേജ് പോകണം. ഓക്കെ, ഇനി ആൻഡമാനിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്ന് നിക്കോബാറിലോട്ട് പോകണം. അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? നിക്കോബാറിലോട്ട് പോകണമെങ്കിൽ എമറാൾഡ് പാസേജ് വഴി പോകണം കേട്ടോ, അല്ലെങ്കിൽ എമറാൾഡ് ഐലൻഡ് വഴി എന്ത് ചെയ്യണം? പോകണം കേട്ടോ, എമറാൾഡ് ഐലൻഡ്. ഓക്കെ, ഇനി ശ്രീലങ്കയിലോട്ട് നമുക്ക് പോവാം അല്ലെ. രാമസേതു ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവിടെയാണ് പാമ്പൻ പാലം അല്ലെ, പാമ്പൻ പാലം അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ആഡംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് ബിറ്റ്വീൻ തമിഴ്നാട് ശ്രീലങ്ക, രാമേശ്വരത്ത് അല്ലെ. രാമേശ്വരത്ത് പാമ്പൻ പാലം എന്നുകൊണ്ട് രാമസേതു വരുന്നുണ്ട്. ഇനി ദാറ്റ് ഈസ് നോൺ ആസ് ആഡംസ് ബ്രിഡ്ജ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ഒരേ ഒരു വോൾക്കാനം അല്ലെ, എപ്പോഴും ഇങ്ങനെ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ എന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഒരെണ്ണമാണ്. ദാറ്റ് ഈസ് ബാറൻ ഐലൻഡ് കേട്ടോ. ഏതാണ്? ബാറൻ ഐലൻഡ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ബോർഡർ രണ്ടെണ്ണം. ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, രണ്ടാമത് ഇന്ത്യ ചൈന ബോർഡർ കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെഡ് ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ ബൈ റെഡ് ക്ലിഫ് അല്ലെ. റെഡിഷ് മെയിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ റെഡ് ക്ലിഫ് ലൈൻ കേട്ടോ. ഇന്ത്യ ചൈന ബോർഡർ ഇസ് ദ മക്മോഹൻ ലൈൻ കേട്ടോ. മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ മാക് മോഹൻ ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യ ചൈന. ഇന്ത്യ ചൈന ബൈ മാക് മോഹൻ ലൈൻ അല്ല. മാക് ചൈന മോഹൻ ഇന്ത്യ അല്ല, മാക് മോഹൻ ലൈൻ കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനെ നമ്മൾ റെഡ് ക്ലിഫ് ലൈൻ കേട്ടോ. റെഡ് ക്ലിഫ് ലൈൻ, റെഡ് കാണിച്ചേക്കുവാണ് അല്ലെ, പോകാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്, അങ്ങനെ ഓർത്ത് വെച്ചോണം കേട്ടോ. റെഡ് ക്ലിഫ് ലൈൻ എന്നാണ് പറയുന്നത്. ഇന്ത്യ ചൈന ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇപ്പൊ ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ഇടനാഴി അല്ലെ. ഇന്റർനാഷണൽ ബോർഡർ ഓഫ് ഇന്ത്യ ആണ്. റെഡ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, റെഡ് ക്ലിഫ് ലൈൻ. ഇനി ഇന്ത്യ ചൈന ആണെങ്കിൽ മാക് മോഹൻ ലൈൻ, മാക് മോഹൻ ലൈൻ. ഓക്കെ, ഇനി ദുരന്തം ലൈനാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിലോട്ട് പോകണമെങ്കിൽ അതൊരു ദുരന്തമാണ് അല്ലെ. ഇനി ആൻഡമാനും ലിറ്റിൽ ആൻഡമാനിലോട്ട് പോകണമെങ്കിൽ എമറാൾഡ് കപ്പൽ അല്ല, എമറാൾഡ് കപ്പൽ സോറി, എമറാൾഡ് അല്ല സോറി, ഡങ്കൻ കേട്ടോ. ഡങ്കൻ പാസേജ് ആണ് കേട്ടോ അല്ലെ. വളരെ ഇടുങ്ങിയ ഡങ്കൻ പാസേജ് ആണ്. പക്ഷെ ആൻഡമാനിൽ നിന്ന് നിക്കോബാറിലോട്ട് പോകണമെങ്കിൽ അത് നല്ല പാസേജ് ആണ്. ദാറ്റ് ഇസ് എമറാൾഡ് ഐലൻഡ് വഴിയാണ് കേട്ടോ. ഇതിന് രണ്ടില് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ആൾസോ നോൺ ആസ് എമറാൾഡ് ഐലൻഡ്. ഇനി തമിഴ്നാട്ടിലെ ബ്രിഡ്ജ്, ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആഡംസ് ബ്രിഡ്ജ്, പാമ്പൻ പാലം അല്ല എന്നുള്ള രീതി രാമേശ്വരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാരൻസ് ഐലൻഡ് ആണ് ഇന്ത്യയിലെ ആക്റ്റീവ് വോൾക്കാനോ ഇസ്ക. ഏതാണ്? ബാരൻ ഐലൻഡ്. ക്ലിയർ ആണോ? മനസ്സിലായോ? എങ്ങനെ പഠിച്ചെടുക്കും? ഇന്ത്യ പാകിസ്ഥാൻ റെഡ് ആണ് അല്ല, റെഡ് ക്ലിഫ് ലൈൻ. ഇനി ചൈനയിലെ മാക്കും ഇന്ത്യയിലെ മോഹനും, മാക് മോഹൻ ലൈൻ. ഇനി അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത് വളരെ ദുരന്തമാണ്, ദുരന്ത് ലൈൻ അല്ല. ഓക്കെ, ഇനി ആൻഡമാൻ അല്ലെ. ആൻഡമാൻ പല ആൻഡമാൻ ഉണ്ട്. സൗത്ത് ആൻഡമാനില് വെസ്റ്റ് അല്ലെ. എനിവേ സൗത്ത് ആൻഡമാൻ ആൻഡ് ലിറ്റിൽ ആൻഡമാൻ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? ബൈ ഡങ്കാൻ പാസേജ്. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എമറാൾഡ് ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ ടുഗദർ നോൺ ആസ് എമറാൾഡ് ഐലൻഡ്സ്. ഓക്കെ, ഇനി ആഡംസ് ബ്രിഡ്ജ് ആണ് പാമ്പൻ പാലം. ആഡംസ് അല്ല, ആഡംസ് ബ്രിഡ്ജ് ആണ് പാമ്പൻ പാലം. ഈ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ തമിഴ്നാട് ആൻഡ് ശ്രീലങ്ക. ആൻഡ് ബാരൻ ഐലൻഡ് ഈസ് ദ ഇന്ത്യ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ. ഇന്ത്യയിലെ ഒരേ ഒരു അഗ്നിപർവ്വതം നമ്മൾ വിളിക്കുന്നതാണ്
ബാരൻസ് ഐലൻഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ക്ലിയർ. എഴുതിയെടുത്തോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ കിട്ടാം. കൂടുതലും ചോദിക്കുന്നത് ഇന്ത്യ ചൈന ബോർഡറിന്റെ പേരും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഒക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സം. നമ്മൾ സമ്മറി ചെയ്യാം. ഹൗ മച്ച് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഗ്രീൻവിച്ച് ടൈം? എത്ര മണിക്കൂറാണ് വ്യത്യാസം? പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഹൗ മച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഗ്രീൻവിച്ച്? 5 മണിക്കൂർ 30 മിനിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ദ സൗത്തർ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും സൗത്തിൽ കിടക്കുന്ന പോയിന്റ് ഏതാണ്? സൗത്തർ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. മാർക്കിലും ആൻസർ അറിയാമോ? സൗത്തർ മോസ്റ്റ്, സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. കന്യാകുമാരിയാണോ? കന്യാകുമാരിയാണോ ഇന്ദിര പോയിന്റ് ആണോ? ഏതാണ്? അറിയില്ല അല്ലെ? ഓക്കെ, അറിഞ്ഞൂടെ. ഇന്ദിര പോയിന്റ് കേട്ടോ, ഇന്തോനേഷ്യയിൽ ഇന്ദിര പോയിന്റ് കേട്ടോ. ഇന്ദിര പോയിന്റ് ഇസ് ഇൻ ദ ഇന്തോനേഷ്യ. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഇസ് നോൺ ആസ് ഇന്ദിര പോയിന്റ് കേട്ടോ. നെയിം ദ പ്ലേസ് ഇന്ത്യ വെയർ ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷൻ ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം. കന്യാകുമാരി. വെരി ഗുഡ് കേട്ടോ, കന്യാകുമാരി. വെരി ഗുഡ്. ഓക്കെ, അത്രയും മതി കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്ത്യൻ ജിയോഗ്രാഫിയുടെ ബേസിക് കേട്ടോ. ബേസിക് പഠിച്ചുകൊണ്ട് പോയാൽ മതി. നമ്മള് നേഴ്സിംഗ് പ്രൊഫഷൻ അല്ലേ, അപ്പം ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ. അപ്പൊ കഴിഞ്ഞു ഇന്ത്യൻ ജിയോഗ്രാഫിയുടെ പോയിന്റ്സ്. ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കിയത്. ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാം. പരീക്ഷ പോയിന്റ് മാത്രം റിവൈൻഡ് ചെയ്യുകയാണ്. പരീക്ഷ പോയിന്റ് രണ്ട് സംസ്ഥാനങ്ങൾ ഒരു ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നു, പഞ്ചാബ് ആൻഡ് ഹരിയാന, ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 28. ഇതിൽ നിന്ന് 7 സിസ്റ്റേഴ്സും അതിന്റെ ക്യാപിറ്റലും പഠിപ്പിക്കും. 7 സിസ്റ്റേഴ്സ് അല്ല, 7 സിസ്റ്റേഴ്സ് ആരൊക്കെ വരും? ഏതാണ് 7 സിസ്റ്റേഴ്സ്? 7 സിസ്റ്റേഴ്സ് സ്റ്റേറ്റിന്റെ പേരുകളാവുന്നേ ആർക്കെങ്കിലും അറിയാമോ? ഈസ്റ്റേണിൽ വരുന്ന 7 സിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റേൺ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ് ഒന്നാമത്തെ ആള് കേട്ടോ. ഇത്തൻഗാർ, ഇത്തൻഗാർ അരുണാചൽ പ്രദേശ് പഠിക്കേണ്ട പോയിന്റാണ്. അരുണാചൽ പ്രദേശിന് തൊട്ട് താഴെ ഇരിക്കുന്ന ആസാം 2. ദിസ്പൂർ ആണ് ആസാമിന്റെ ക്യാപിറ്റൽ. പഠിക്കണം, പഠിക്കണം, പഠിച്ചു. മൂന്നാമത് മണിപ്പൂർ. ഇംഫാൽ ആണ് മണിപ്പൂരിന്റെ തലസ്ഥാനം. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ. നാലാമത് മേഘാലയ. ഷില്ലോങ് ആണ് മേഘാലയയുടെ തലസ്ഥാനം. 5 മിസോറാമാണ്, ഐസവാൾ ആണ് തലസ്ഥാനം. 6 നാഗാലാൻഡ് ആണ്, കോഹിമ അല്ലെ, കോഹിമ ദുരന്തം കേട്ടത് അല്ലെ. നാഗാലാൻഡ് 6. ഏഴാമത്തെ ആരാണ്? ത്രിപുര. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ത്രിപുര. അപ്പൊ വീണ്ടും പറയുന്നു, അരുണാചൽ പ്രദേശ്, ആസാം, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മിസോറാം, മേഘാലയ ആൻഡ് ത്രിപുര. ഇതാണ് 7 സിസ്റ്റേഴ്സ്. ഈ 7 സിസ്റ്റേഴ്സിന്റെ ക്യാപിറ്റൽ പഠിച്ചിട്ട് പോകണം
ക്യാപിറ്റൽ ചോദിക്കുവാണെങ്കിൽ സെവൻ സിസ്റ്റേഴ്സിന്റെ ക്യാപിറ്റൽ ആണ് കൂടുതൽ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. യൂണിയൻ ടെറിട്ടറിയില് വിന്റർ സമ്മർ ബൈ ജമ്മു ആൻഡ് കാശ്മീർ പഠിച്ചിട്ട് പോണം. ജമ്മു ആൻഡ് കാശ്മീർ അല്ല, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ശ്രീനഗർ, ജമ്മു അതാണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. അതിൽ ശ്രീനഗർ എസ് ഫോർ സമ്മർ ആൻഡ് ജമ്മു ഫോർ വിന്റർ പഠിക്കണം. ലക്ഷദ്വീപിന്റെയും പിന്നെ ആൻഡമാൻ നിക്കോബാർ അതും ചോദിക്കത്തില്ല, അതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ജിയോഗ്രാഫിക്കൽ ഏരിയ ഏതാണ് ക്വസ്റ്റ്യൻ വരാം, വരാതിരിക്കാം. നെക്സ്റ്റ് ലൊക്കേഷൻ വരാം, വരാതിരിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററും ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡ്സും ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് വേണം. നെക്സ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഡിഫറൻസ്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഏരിയ ഒന്നും ചോദിക്കാം. ബൗണ്ടറീസ് ചോദിക്കാം, പാക് കടലിടുക്ക് ചോദിക്കാം, ഗൾഫ് ഓഫ് മ്യാൻമാർ ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റുകൾ, മൺസൂൺ കാലം എപ്പോഴാണ്, സമ്മർ സീസൺ എപ്പോഴാണ്, പോസ്റ്റ് മൺസൂൺ എപ്പോഴാണ്, വിന്റർ. പലരും മാർച്ച് എഴുതി തെറ്റിക്കുന്നതുകൊണ്ടാണ് സമ്മറിന് പലർക്കും നെഗറ്റീവ് കിട്ടുന്നത് കേട്ടോ. മാർച്ചിലല്ല സമ്മർ, സമ്മർ ഏപ്രിൽ ടു ജൂൺ. നെക്സ്റ്റ് ഇന്ത്യൻ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് സെക്സ് റേറ്റ്. എത്നിക് ഗ്രൂപ്പ് നെയിം സി അല്ല, അതിൽ കസ്കേഡിയൻ ഈസ് ദ മോസ്റ്റ് കോമൺ എത്നിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. ടോട്ടൽ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ വെക്കുമ്പോൾ ഇന്ത്യയിൽ 22 ഭാഷ, 343 സെക്ഷൻ 3 ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഭാഷ അല്ല. നെക്സ്റ്റ് ഈ പറയുന്ന പോലെ ഈ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ജനറൽ ജിക്കാണ്, അതൊക്കെ നിങ്ങൾ ജിക്കയിൽ വരുന്നതാണ്, അതൊക്കെ പിന്നീട് നോക്കാം കേട്ടോ. ഫ്ലാഗ് എടുക്കുകയാണെങ്കിൽ 24 വീല് അല്ല 24 സ്പൈക്കുള്ള റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ക്ലോക്ക് ടൈപ്പിലിരിക്കുന്ന അശോക ചക്രം എന്ന് പറയുന്ന നേവി ബ്ലൂ വരുന്ന വീല്, വെള്ളക്കകത്ത് വരുന്നു, ടോപ്പില് സാഫ്രോൺ കേസാര കളർ, അതുപോലെ അത്ര കൊടിയുടെ കാര്യം കേട്ടോ. ബൗണ്ടറീസ്, മാരിടൈം ബൗണ്ടറി, ഇന്ത്യ ഇന്തോനേഷ്യ ഗ്രേറ്റ് ചാനൽ, ഇന്ദിര പോയിന്റ്, ഇന്ത്യ മ്യാൻമാർ കൊക്കോ ചാനൽ, ഇന്ത്യ മാലദ്വീപ്സ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് റക്ലിഫ് ലൈൻ, ആൻഡ് ഇന്ത്യ ചൈന ബോർഡറിന്റെ മറ്റൊരു പേരാണ് മക്മോഹൻ ലൈൻ. ദുരന്ത് ലൈൻ ഇന്ത്യ ആഫീസ്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. സൗത്ത് ആൻഡമാൻ ആൻഡ് ഡങ്കൻ പാസേജ്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ എമറാൾഡ് അല്ലെ, എമറാൾഡ് കപ്പല് അല്ലെ, വിഴിഞ്ഞത്ത് വന്ന കപ്പലിന്റെ പേര് എമറാൾഡ് ആണ് അല്ലെ. ഇത് ആഡംസ് ബ്രിഡ്ജ്, പാമ്പൻ പാലത്തിന്റെ മറ്റൊരു പേര് ആഡംസ് ബ്രിഡ്ജ്, തമിഴ്നാട് ആൻഡ് ശ്രീലങ്ക. പിന്നെ ബാരൻ ഐലൻഡ് ഈസ് ദ ഇന്ത്യസ് ഓൺലി ആക്റ്റീവ് വോൾക്കാൻ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഗ്രീൻവിച്ച് ടൈം. ഇനി സൗത്തർമോസ്റ്റ് പോയിന്റ് ഇസ് ഇന്ദിര പോയിന്റ്. അതിന്റെ 3 സി വന്നു ചേരുന്ന ഇന്ത്യയിലെ പ്ലേസ്. 3 സിയെ നമ്മൾ ഒരേ രീതിയിൽ കാണാൻ പറ്റും ബൈ എന്താണ് കന്യാകുമാരി പോയാൽ കാണാം. ഓക്കെ, ത്രിവേണി സംഗമം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അല്ലാതെ പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് വരും. അപ്പോ ഇന്നത്തെ GK ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കേട്ടോ. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ ജിയോഗ്രാഫി ഇനി നിങ്ങളുടേതായ രീതിയിൽ ഇന്ത്യൻ ജിയോഗ്രാഫിയുടെ MCQ ഉള്ള ബുക്കുകൾ എടുത്ത് വെച്ച് MCQ ചെയ്യും കേട്ടോ. ഇന്നത്തെ ദിവസം കൊണ്ട് ഇന്ത്യൻ ജിയോഗ്രാഫിയുടെ MCQ ബുക്കുകളൊക്കെ കാണും. അതിലൊക്കെ എടുത്ത് വെച്ച് ഇന്ത്യൻ ജിയോഗ്രാഫിയുടെ MCQ. റെയിൽവേയിലെ വേണം ചെയ്യാൻ. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, ബാങ്ക് ടെസ്റ്റിന്റെ MCQ ഉണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ. LD ക്ലർക്കിന്റെ MCQ ഉണ്ട്, ഡിഫറെന്റ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടുന്നത് ഗ്രൂപ്പ് ഡി റെയിൽവേ പോസ്റ്റിന്റെ MCQ ആണ് നമുക്ക് പഠിച്ചോണ്ട് പോകേണ്ടത്. വെറുതെ ഗ്രൂപ്പ് B, C ഒന്നും എടുത്ത് വെച്ച് പഠിക്കരുത്. അതൊക്കെ നല്ല ടഫ് GKകളും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് വീണ്ടും വീണ്ടും ഓർപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ് അല്ലേ എന്നാണ് തോന്നുന്നു. നാളെ വീണ്ടും ക്ലാസ് ആണ് അല്ലേ, സോറി, നിങ്ങൾക്ക് ഒരു അവധി തരേണ്ട ദിവസമാണ്, സോറി. നാളെ വീണ്ടും ക്ലാസ് ആണ്. നാളെ ഫിസിയോളജിയുടെ 25 MCQ ഡിസ്കഷൻസ്. ഓക്കെ, അപ്പൊ താങ്ക് യു.